നമസ്കാരം. വെറും 24 സെക്കൻഡ് മാത്രമുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ ആദ്യം കേൾപ്പിക്കാം. ഷൈൻ ഭായി നമസ്കാരം. ഷൈൻ ഭായി, ഇന്ന് ആ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അവർക്ക് അർഹതയാണെന്ന് പറഞ്ഞിട്ട്. എന്താണ് അഭിപ്രായം? അപ്പൊ നമ്മളെല്ലാം പറഞ്ഞതിലോട്ട് കാര്യങ്ങൾ അടുത്തോണ്ടിരിക്കുകയാണ് അല്ലേ? കാത്തിരുന്നോ അവലും വളരും കുന്തിരിക്കും എല്ലാം വരുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഓഡിയോ ക്ലിപ്പാണ്. പാണക്കാട് മുനർവലി ശിഹാബ് തങ്ങൾ എന്ന മുസ്ലിം ലീഗിൻ്റെ യുവ നേതാവ് മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടേ എന്ന തരത്തിൽ ഒരു മാധ്യമ പ്രസ്താവന കൊടുത്തപ്പോൾ അതിനോടുണ്ടായ വലിയ പ്രതികരണങ്ങളിൽ പെടുമിത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനു മുൻപിൽ വളരെ മാന്യമായാണ് മുനർവലി ഇത് പറഞ്ഞത്. മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു ആവശ്യമില്ല, അത്തരമൊരു വിവാദമില്ല, പക്ഷേ മുസ്ലിം ലീഗിന് അതിനുള്ള യോഗ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ പ്രസ്താവന പുറത്തു വന്നതോടെ ഞാൻ ആദ്യം സംപ്രേഷണം ചെയ്ത തരത്തിലുള്ള ചർച്ചകൾ ഇവിടെ കൊഴുക്കുകയാണ്. ഇവിടെ ഇസ്ലാമിക ഭരണം വരാൻ പോകുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് വാസ്തവമാകുന്നു. മുസ്ലിം ലീഗ് അധികാരം ഹൈജാക്ക് ചെയ്യാൻ പോകുന്നു, ഉപമുഖ്യമന്ത്രി പദവിയിലേക്ക് മുസ്ലിം ലീഗ് മാറാൻ പോകുന്നു തുടങ്ങിയ പ്രചരണങ്ങൾ CPM സർക്കിളിൽ പോലും ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആവശ്യം മുസ്ലിം ലീഗ് ഉയർത്തിയിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ വ്യാജ പ്രചരണമാണെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. അങ്ങനെ ഒരു ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിച്ചാൽ എന്താണ് കുഴപ്പം? ആകപ്പാടെ മുസ്ലിം ലീഗിനോടും UDF-നോടും എനിക്ക് പറയാനുള്ളത്, CPM ഭരിക്കുന്ന കാലം പോലല്ല. നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും വാർത്തകളാണ്. തുടർച്ചയായി നെഗറ്റീവ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ജനങ്ങളെ സ്വാധീനിക്കും. അതുകൊണ്ട് എന്ത് തീരുമാനമെടുത്താലും അത് ഉടനടി തീരുമാനമെടുക്കുന്നതിന് മുൻപ് അതേക്കുറിച്ച് ആരും അഭിപ്രായം പറയാതിരിക്കുക. മുനർവലി പോസിറ്റീവായി പറഞ്ഞെങ്കിലും അത് ചർച്ചയായത് നെഗറ്റീവായാണ്. മന്ത്രിസ്ഥാനത്തെക്കുറിച്ച്, മന്ത്രി വകുപ്പിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി പദവിയെക്കുറിച്ച്, എത്ര മന്ത്രിമാർ വേണമെന്നതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാതിരിക്കുക. മുസ്ലിം ലീഗിന് 5 or 6 മന്ത്രിമാർക്ക് അർഹതയുണ്ടാവും. അത് പരസ്യമായി പറയേണ്ട കാര്യമല്ല. മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി പദവി യോഗ്യതയുണ്ടാവും. അത് പരസ്യമായി പറയേണ്ട കാര്യമില്ല. പത്രക്കാർ കിള്ളിക്കിള്ളി ചോദിച്ചു കൊണ്ടിരിക്കും. അവർക്ക് ഇനി വരുന്ന 1 മാസം എങ്ങനെയെങ്കിലുമൊക്കെ ജനങ്ങളുടെ ജിജ്ഞാസ പിടിച്ചു നിൽക്കണം. അതുകൊണ്ട് UDF നേതാക്കൾ മന്ത്രിസ്ഥാനം, മുഖ്യമന്ത്രി സ്ഥാനം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ദയവായി മാധ്യമപ്രവർത്തകരുടെ കെണിയിൽ വീഴാതിരിക്കുക. ലീഗിന് എത്ര മന്ത്രിസ്ഥാനം വേണം എന്ന കാര്യം ലീഗ് UDF നേതൃത്വത്തോട് പറയുക. അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ആ തീരുമാനം പുറത്ത് UDF നേതൃത്വമാണ് പറയേണ്ടത്, ലീഗല്ല. മാത്രമല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ, അതായത് 2011 ഉമ്മൻചാണ്ടി സർക്കാരിനെ ഏറ്റവും അധികം ക്ഷീണിപ്പിച്ചത് 5ാം മന്ത്രി വിവാദമായിരുന്നു. ആ 5ാം മന്ത്രി വിവാദം അനാവശ്യമായി ഉണ്ടാക്കിയതാണ്. മുസ്ലിം ലീഗിന് 5 or 6 മന്ത്രിമാർക്ക് യോഗ്യതയുണ്ട് എന്ന് കരുതുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇക്കാര്യം ആദ്യം തന്നെ പറഞ്ഞ് അതിൽ തീരുമാനമെടുക്കുക. പിന്നെ സർക്കാരിന് ഇടയിൽ വെച്ച് മന്ത്രിമാരുടെ എണ്ണം കൂട്ടുക, അതിനുവേണ്ടി വിവാദമുണ്ടാക്കുക, അതിന് നിൽക്കരുത്. ലീഗിന് എത്ര മന്ത്രിമാർ വേണം എന്ന് തീരുമാനമെടുത്താൽ അത് അന്തിമമായിരിക്കണം. അതിൽ പിന്നെ ഈ മന്ത്രിസഭാ കാലത്ത് മാറ്റമുണ്ടാവരുത്. അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി പദവി ലീഗിന് വേണമെങ്കിൽ അത് പറഞ്ഞു മേടിക്കുക. അത് ഔദ്യോഗികമായി UDF-നെ കൊണ്ട് പറയിപ്പിക്കുക. വെറുതെ ഇടയ്ക്കിടെ ഓരോ നേതാക്കൾ ഓരോ അഭിപ്രായം പറഞ്ഞ് വിവാദമുണ്ടാക്കരുത്. കാരണം മാധ്യമങ്ങൾ എങ്ങനെയെല്ലാം UDF-നെ മോശമാക്കാമോ അങ്ങനെയൊക്കെ ആക്കാൻ ആയുധവുമായി കാത്തു നിൽക്കുകയാണ്. ഇത്തരം നിസ്സാരമായ ഓരോ വിഷയങ്ങളായിരിക്കും പടിപടിയായി വളർന്ന് UDF-നെതിരായ, കോൺഗ്രസിനെതിരായ, ലീഗിനെതിരായ വികാരമായി മാറുന്നത്. ഈ തിരിച്ചറിവ് ദയവായി UDF നേതാക്കൾ പുലർത്തണം. ഇനി മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം വന്നാൽ കേരളം നശിച്ചു പോകുമോ എന്ന ചോദ്യത്തെ നമ്മൾ ഇനിയെങ്കിലും അഡ്രസ്സ് ചെയ്യാതിരിക്കരുത്. എനിക്കിപ്പോഴും പിടിയിട്ടിട്ടില്ല മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയാൽ കേരളത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. UDF എന്ന് പറയുന്ന മുന്നണിയിലെ 2ാമത്തെ വലിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. 27 സീറ്റിൽ മത്സരിച്ചു. അവർ കുറഞ്ഞത് 23 സീറ്റ് ജയിക്കും, 25-ലും ജയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവ് PK കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹം കോൺഗ്രസിലായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പോലും ആവാൻ യോഗ്യതയുള്ള ആളാണ്. അത്രമാത്രം രാഷ്ട്രീയ പരിചയമുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി പദവി ചോദിച്ചാൽ എന്താണ് കുഴപ്പം? PK കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയായാൽ എന്ത് സംഭവിക്കും? എനിക്ക് പിടികിട്ടിയിട്ടില്ല. മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി ആയാൽ ഇവിടെ ഇസ്ലാമിക ഭരണം വരുമെന്ന് പറയുന്നത് എനിക്ക് പിടികിട്ടിയിട്ടില്ല. തീർച്ചയായും ആഭ്യന്തര വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് അതൊരു വിവാദമാകും, തീർച്ചയാണ്. എന്നാൽ ഇപ്പോൾ തന്നെ മന്ത്രിമാരിൽ 2ാം സ്ഥാനത്തുള്ള 2ാം നമ്പർ വാഹനം ഉപയോഗിക്കാൻ പറ്റുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താൽ എന്താണ് കുഴപ്പം? ആരും അതിനെക്കുറിച്ച് വിശദമായി ഉത്തരം പറയുന്നില്ല. കേരളത്തിൽ ഏതാണ്ട് 30% വരുന്ന ജനസംഖ്യ മുസ്ലിം ജനങ്ങളുടേതാണ്. അവരുടെ ഏറ്റവും വലിയ പാർട്ടി മുസ്ലിം ലീഗാണ്. ആ പാർട്ടി രജിസ്റ്റേർഡ് പാർട്ടിയാണ്, മുന്നണിയുടെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് അവർ ജയിക്കുന്നത്. അവരാണ് UDF-ലെ 2ാമത്തെ വലിയ കക്ഷി. അവർ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുന്നതിൽ എന്താ കുഴപ്പം?
അത് കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത്? എനിക്കിതൊരു പിടിയിട്ടിട്ടില്ല മനഃശാസ്ത്രം. സജീവൻ അന്തിക്കാട് ഇതേക്കുറിച്ച് വിശദമായി എഴുതിയത് കൂടി കേൾക്കുക. കേരളത്തിൻ്റെ അടുത്ത ഉപമുഖ്യമന്ത്രി ഒരു മുസ്ലിം ആകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നത് തന്നെ ഇവിടെ ആകെ ടെൻഷനാണ്. പല BJP-ക്കാർക്കുമായിരിക്കും ആ ടെൻഷൻ എന്ന് വിചാരിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുക അധികവും പുരോഗമന ബുദ്ധിജീവികളെയും അനുഭാവികളെയുമായിരിക്കും. അവരുടെ പറച്ചിൽ കേട്ടാൽ തോന്നുക മുസ്ലിങ്ങൾ മുഖ്യമന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ ആയാൽ മതേതരത്വം പോയി എന്നാണ്. മതേതരത്വം വാക്കിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോയോ? മതേതരത്വത്തെയാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ മറിച്ചല്ലേ സംഭവിക്കേണ്ടത്? 27% ജനസംഖ്യയുള്ള ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയായി എന്തുകൊണ്ട് ഇവിടെ 5 കൊല്ലം പോലും ഭരിച്ചില്ല? ഇതെന്തു മതേതരത്വം എന്നല്ലേ നമുക്ക് തോന്നേണ്ടത്? 27% മുസ്ലിങ്ങളും 19% ക്രിസ്ത്യാനികളും ബാക്കി ഹിന്ദുക്കളുമുള്ള ഒരു സമൂഹത്തിൽ ഇവരിൽ നിന്നുള്ള ആളുകളാണല്ലോ മാറി മാറി ഇവിടെ ഭരിക്കേണ്ടത്. അതല്ലേ അതിൻ്റെ സ്വാഭാവികത? നമ്മുടെ നാട്ടിൽ 100-ൽ 95 പേരും മതവിശ്വാസികളും സമുദായ ജീവികളുമാണ്. മനുഷ്യർക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടങ്ങളെ ജീവിക്കാൻ പറ്റൂ. പക്ഷെ മറ്റു ആധുനിക പൗരരിൽ നിന്നും നമ്മൾ വ്യത്യസ്തരാകുന്നത് വിവാഹത്തിലും പ്രത്യുൽപാദന നിർബന്ധങ്ങളിലുമാണ്. നമ്മളെല്ലാം ഇപ്പോഴും ജാതിയും മതവും നോക്കിയാണ് കല്യാണം കഴിക്കുന്നത്. ആ നിലയ്ക്ക് നമുക്കെല്ലാം മതജാതി ഐഡൻറ്റിറ്റിയാണുള്ളത്. ഏതെങ്കിലും ഒരു ജാതിയിലോ മതത്തിലോ ജനിച്ചു എന്നത് ഒരാളുടെ തെറ്റല്ലെങ്കിലും സ്വന്തം മതം നോക്കി കെട്ടുന്നത്, സ്വന്തം ജാതി നോക്കി കെട്ടാൻ കുടുംബാംഗങ്ങളെ നിർബന്ധിക്കുന്നതും ഒരാൾ മതേതരൻ എന്നതിനേക്കാൾ മതജീവിയാണ് എന്നതിൻ്റെ ലക്ഷണമാണ്. ഇതൊരു കുറവായി നമുക്ക് തോന്നാത്തത് കിഴക്കേലും വടക്കേലും പടിഞ്ഞാറേലും ഇതുതന്നെയാണ് സ്ഥിതി എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഓവറായി മതേതരത്വം പറഞ്ഞ് ഷൈൻ ചെയ്യുന്നവർ സ്വന്തം തലയിലേക്ക് വിരൽ ചൂണ്ടുന്നത് നല്ലതാണ്. കേരളമുണ്ടായിട്ട് 60 വർഷം കഴിഞ്ഞ നിലയ്ക്ക് എങ്ങനെയിട്ട് കുലുക്കി കുത്തിയാലും എല്ലാ മതവിഭാഗങ്ങളും എല്ലായിടത്തും എത്തേണ്ടതാണ്. പക്ഷെ ചിലർ ചില പദവികളിൽ ഒരിക്കലും എത്തിയിട്ടില്ല. പട്ടികജാതി പട്ടികവർഗക്കാരെ നോക്കുക. മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹം പോലും പ്രകടിപ്പിക്കാൻ കഴിയാത്ത അത്രയ്ക്ക് അവർ കീഴടങ്ങിയിരിക്കുന്നു. മുസ്ലിം സമൂഹത്തിൽ നിന്ന് മാത്രമാണ് ആരെങ്കിലും ഒരാൾ പരാതി പറയാനെങ്കിലും ഉള്ളത്. ഇനി സ്ത്രീകളുടെ കാര്യമെടുക്കുക. നമ്മൾ സ്വയം പുകഴ്ത്തുന്നത് പോലെ പുരോഗമനകാരികളായിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടായ മുഖ്യമന്ത്രിമാരിൽ പകുതിയോളം പേർ സ്ത്രീകൾ ആകേണ്ടതായിരുന്നു. പക്ഷെ മരുന്നിന് പോലും ഒരാൾ ആയില്ല. ചുരുക്കി പറഞ്ഞാൽ സ്വാഭാവികമായും കിട്ടേണ്ടത് കിട്ടാതാകുമ്പോൾ ആളുകൾ അവരുടെ ഐഡൻറ്റിറ്റിയുടെ പേരിൽ പ്രതികരിക്കും. മുഖ്യമന്ത്രി പദവി എന്ന് പറയുന്നത് എന്തെങ്കിലും ടെക്നിക്കൽ പദവിയല്ല. പ്രത്യേകം കഴിവുള്ളവർക്ക് മാത്രം വിഭാവന ചെയ്തിട്ടുള്ളതുമല്ല. ഏത് മതക്കാരനും ജാതിക്കാരനുമാകാം. ഞങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന് അർഹതയുള്ളവർ ചോദിക്കുമ്പോൾ അയ്യേ മതം പറയുന്ന ജാതി പറയുന്നേ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ജാതിയും മതവും ഇല്ലാത്ത സമൂഹമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ജാതിയിൽ ജനിച്ച് മതത്തിൽ വളർന്ന് ജാതി നോക്കി കല്യാണം കഴിക്കുന്നൊരു സമൂഹം മുസ്ലിമോ പട്ടികജാതിക്കാരനോ സ്ത്രീയോ മുഖ്യമന്ത്രിയാകണം എന്ന് ആവശ്യപ്പെടുമ്പോൾ മാത്രം ഭയങ്കര മതേതരത്വവും മെറിറ്റും പ്രസംഗിക്കുന്നു. ഭരണഘടന ധാർമ്മികത ഉയർത്തിക്കാണിക്കുന്നു. നാണമില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. മതത്തെയും ജാതിയെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു യുക്തിവാദിക്ക് ഒരുപക്ഷെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾ മതം നോക്കി തീരുമാനിക്കുന്നതിൽ അസ്വസ്ഥതയുണ്ടാക്കും. ആ അസ്വസ്ഥതയ്ക്ക് അവർക്ക് അർഹതയുണ്ട്. എന്നാൽ നാട്ടിൽ യുക്തിവാദികൾ 5% പോലുമില്ലല്ലോ. 4 വോട്ട് കിട്ടും എന്ന് കേട്ടാൽ എന്ത് ആദർശവും പണയം വെച്ചോളൂ എന്ന സമ്മതം കൊടുക്കുന്ന ആളുകളെ മാത്രമല്ലേ നമ്മൾ ഇവിടെ ചുറ്റും കാണുന്നുള്ളൂ. അത്തരം മതേതര മുസ്ലിമിനും പട്ടികജാതിക്കാരനും സ്ത്രീക്കും ഉന്നത പദവികൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊരു വാസ്തവമായ കാര്യമാണ്. ഇന്ത്യയിൽ സംവരണമില്ലെങ്കിൽ ഒരു സമുദായത്തിനും ക്ലാസിനും പ്രാതിനിധ്യം ലഭിക്കില്ല എന്നതിൻ്റെ ഒരു വലിയ തെളിവാണിത്. ജനപ്രതിനിധി സഭയിലെ ശുഷ്കമായ സ്ത്രീ സാന്നിധ്യം നോക്കുക. ഭരണഘടനാ നിർമ്മാതാക്കൾ സാമൂഹ്യമായി പിന്നോക്കാവസ്ഥ മാത്രമാണ് സംവരണത്തിനുള്ള മാനദണ്ഡമായി സ്വീകരിച്ചത്. അത് അവർക്ക് പറ്റിയ തെറ്റാണ്. ഒരുപക്ഷെ അവർ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. ഞങ്ങൾ മികച്ച ഭരണഘടനയും കർത്തവ്യങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭാരത പൗരൻ അതിൻ്റെ മൊറാലിറ്റി കൃത്യമായി മനസ്സിലാക്കിയാൽ ഒരു 19 വർഷത്തിനുള്ളിൽ ഓരോ ഉയർന്ന പദവികളിലും ജാതിമത ഭേദമന്യേ അർഹതയുള്ളവർ എല്ലാവരും എത്തിച്ചേരും. ആരും പിന്തള്ളപ്പെടില്ല. നിർഭാഗ്യവശാൽ അവർ വിചാരിച്ച പോലെ നടന്നില്ല. നടക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ലോക്സഭയിലെയും നിയമസഭയിലെയും പകുതി പേർ ഓട്ടോമാറ്റിക്കായി സ്ത്രീകളായിരുന്നേനെ. അവർക്ക് തെറ്റുപറ്റി. അതുകൊണ്ടാണ് ഈ 75 വർഷത്തിന് ശേഷം സ്ത്രീക്ക് സീറ്റ് സംവരണം ചെയ്യേണ്ട അവസ്ഥയിൽ നമ്മൾ എത്തിയത്. നവോത്ഥാനം കൊണ്ട് ഇരിക്കപ്രതിയില്ലാത്ത കേരളത്തിൽ പോലും മതിയായ സ്ത്രീ പ്രാതിനിധ്യം ഇല്ല എന്ന് മാത്രമല്ല, ഒരു സ്ത്രീ മുഖ്യമന്ത്രി പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുപോലെ തന്നെയാണ് പട്ടികജാതി പട്ടികവർഗങ്ങളുടെ അവസ്ഥ. അവർക്ക് സർക്കാർ ജോലികളിലും സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംവരണം കിട്ടിയതുകൊണ്ട് മാത്രമാണ് അവരെ അത്തരം സ്ഥലങ്ങളിൽ കാണാൻ കഴിയാത്തത്. അവർക്കൊക്കെ ഉദ്യോഗം പറ്റുമെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. മുഖ്യമന്ത്രി എന്ന പദവിക്കും സംവരണം കൊടുത്തു നോക്കൂ. അവർക്കൊക്കെ മുഖ്യമന്ത്രിയാകാൻ പറ്റും എന്നും നാട്ടുകാർക്ക് മനസ്സിലാവും.
മുസ്ലിം സമുദായത്തിന് അവരുടെ പിന്നോക്കാവസ്ഥ പരിഗണിച്ച് സർക്കാർ ജോലികളിൽ സംവരണം ഉറപ്പുവരുത്തിയതുകൊണ്ട് മാത്രം അവരെ നമുക്ക് ഓഫീസുകളിൽ പോയാൽ കാണാം. എന്നാൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് നാം അവരെ നിയമസഭയിൽ മതിയായ അളവിൽ കാണുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മതി ഞങ്ങൾക്ക് എന്ന ദളിതരെ പോലെ മുസ്ലിങ്ങളും വിചാരിച്ചിരുന്നെങ്കിലോ ഇന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പോസ്റ്റർ ഒട്ടിച്ച് കാലം കഴിക്കുന്ന വെറും മൈദാ സഖാക്കളായി മുസ്ലിങ്ങളും മാറുമായിരുന്നു. മുഖ്യധാര നോക്കിക്കോളും എന്ന വിശ്വാസത്തിൽ എന്നൊക്കെ ന്യൂനപക്ഷം വിട്ടുപോയിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. അത് മുഖ്യധാരയുടെ കുഴപ്പം കൊണ്ടല്ല, മുഖ്യധാരയുടെ പ്രയോറിറ്റി വേറെ ആയതുകൊണ്ടാണ്. ന്യൂനപക്ഷത്തിന് മാത്രമായി സംഘടന ഉണ്ടാക്കിയാൽ മാത്രമേ അതിൻ്റെ പ്രയോറിറ്റി ന്യൂനപക്ഷ ക്ഷേമമായിരിക്കുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞ മുസ്ലിം സമൂഹം ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ടാക്കി. കേരളത്തിൽ മുസ്ലിം സമുദായത്തിനുണ്ടായ പുരോഗതിക്ക് കാരണം ഇവിടെ തപ്പണം, വേറെ എവിടെയെങ്കിലും പോയി തപ്പിയിട്ട് കാര്യമില്ല. ഹിന്ദുമതത്തിൻ്റെ മുഖ്യധാരയായ ബ്രാഹ്മണൻ എല്ലാ കാര്യവും നോക്കിക്കോളും എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഈഴവർ തൊട്ട് പിന്നോക്കമുള്ളവർ ഇന്നും അയിത്തത്തിലും ചെളിക്കുണ്ടിലും കഴിഞ്ഞേനെ. ഓരോ ക്ലാസിൻ്റെയും പ്രയോറിറ്റികൾ വേറെയാണ്. ആരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. മുഖ്യമന്ത്രി സ്ഥാനം ദളിതിനും മുസ്ലിമിനും അപ്രാപ്യമാണോ? പ്രായോഗികമായി അപ്രാപ്യമാണെന്ന് ഇന്ന് ഇവിടെ നിലവിലുള്ള മതേതരത്വം പറയുന്നത്. ഈ മതേതരത്വം ഈ വിഷയത്തിൽ നമുക്ക് വേണ്ട, കൊള്ളില്ല. 100 കൊല്ലം ഇവിടെ ഭരണം നടക്കുമ്പോൾ 20 മുഖ്യമന്ത്രിമാർ ഉണ്ടാവുന്നെങ്കിൽ സമൂഹത്തിലെ എല്ലാ ക്ലാസ്സിൽ നിന്നുമുള്ള പ്രതിനിധികൾ എല്ലാ പദവികളിലും മാറി വരേണ്ടതാണ്. സ്വാഭാവികമായും വന്നില്ലെങ്കിൽ അവിടെ സമൂഹത്തിന് ഇടപെടൽ ആവശ്യമാണ്. ആ ഇടപെടലിനെയാണ് സംവരണം എന്ന് പറയുന്നത്. ജാതിയും മതവും ഇവിടെ ഒരു പ്രധാന ഘടകം ആവുകയും എല്ലാവരും ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും മാത്രം കല്യാണം കഴിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ മുഖ്യമന്ത്രി പദവി മാത്രം മതേതരം ആകുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എല്ലാവർക്കും അളന്നു നോക്കി പ്രാതിനിധ്യം കൊടുക്കുകയും അങ്ങനെ എല്ലാവർക്കും നീതി കിട്ടുകയും ചെയ്യുന്നൊരു സമയത്ത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ജാതിയും മതവും ഒക്കെ ജീവിക്കുന്നത് എന്ന ഒരു തോന്നൽ വന്നാൽ അപ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗാണ് മതേതരത്വം. അല്ലാതെ ചില സമുദായങ്ങളെ ചില പദവികളിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി മാത്രമുള്ള ഒരു ഇടപാടല്ല മതേതരത്വം. ആദ്യം പ്രാതിനിധ്യം ഉണ്ടാവട്ടെ, അപ്പോൾ ഒരു നീതി ഉണ്ടാവും. എന്നിട്ട് മതേതരത്വം ഉണ്ടായാൽ മതി. കാളയെ കൊണ്ടുപോയി വണ്ടിയുടെ മുമ്പിൽ കെട്ടിയാൽ മതി, വണ്ടിയുടെ പിന്നിൽ കെട്ടി കാളയെ കൊണ്ട് പിന്നോട്ട് വലിപ്പിക്കരുത്. ഇപ്പോൾ നടക്കുന്നത് അതാണ്. സ്ത്രീകൾക്കും മുസ്ലിങ്ങൾക്കും ദളിതർക്കും അപ്രാപ്യമായ ഒരു പദവിയും പൊക്കിപ്പിടിച്ചുകൊണ്ട് സമത്വം, മതേതരത്വം, മെറിറ്റ് എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കരുത്. ട്രൗസർ കീറും. സജീവൻ അന്തിക്കാട് പറഞ്ഞതിനപ്പുറത്തേക്കൊന്നും ഈ വിഷയത്തിൽ എനിക്ക് പറയാനില്ല. കുഞ്ഞാലിക്കുട്ടിയോ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവോ ഉപമുഖ്യമന്ത്രിയാകും എന്ന് കേട്ടാൽ ആർക്കെങ്കിലും ഹാലിളകുന്നുണ്ടെങ്കിൽ അവർ ജനാധിപത്യത്തിനോ മതേതരത്വത്തിനോ വേണ്ടി ശബ്ദിക്കുന്നതല്ല, നേരെ മറിച്ച് അവരുടെ ഉള്ളിലെ വർഗീയ മനസ്സ് അവരെ കൊണ്ട് കപട മതേതരത്വം പ്രസംഗിപ്പിക്കുന്നതാണ്.